ഇരിക്കട്ടെ, ഒരിക്കലും വിൽക്കോ വേണ്ട. ഇങ്ങനെ തന്നെ കഴിഞ്ഞു പോവാ. ഇവക്ക് ഞാൻ കൊടുക്കുമ്പോ പറയുള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ കാരണം എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തതെന്ന് അറിയാമോ? ഭാര്യയുടെ മക്കളോട് സ്നേഹം വേണം. നിങ്ങൾ മര്യാദക്കാരത്തേക്ക് കുട്ടികൾ ഇങ്ങനെ ആവത്തില്ലായിരുന്നു. എല്ലാവർക്കും അച്ഛനെ മാത്രമല്ലേ ഉള്ളൂ കുറ്റം പറയാൻ. അച്ഛനൊരു പാവമായതുകൊണ്ട് എല്ലാവരും സഹിച്ചു പോകുന്നു. നീ പോണില്ലേ? പൊടി ഓട്ടം കണ്ടോ ഓട്ടാ. എന്റെ കയ്യിൽ പൈസ തന്നേക്കണമല്ലോ അവളുടെ നോട്ടം. വൈകുന്നേരം ഞാൻ കടയിൽ സാധനങ്ങൾ മേടിച്ചു വെച്ചേക്കും. അച്ഛനോ മോനോ ആരെങ്കിലും വന്നേക്കണോട്ടാ അങ്ങോട്ട്. ബാലു ഓ പോയാ? കേശു അച്ഛനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കാണില്ലല്ലോ. നിന്നിപ്പി കാണൂല. പൊയ്ക്കോളൂ അങ്ങ്. അമ്മാനാണ് ഓരോന്ന് പറഞ്ഞ അച്ഛനെ ഓടിക്കുന്നത്. എന്നിട്ട് അമ്മാനെ തെരഞ്ഞോണ്ട് കൊടുക്കും. അച്ഛനെ കണ്ടോടാ, അച്ഛനെ കണ്ടോടാ. എടാ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കല്ല. അമ്മ രാവിലെ തന്നെ നല്ല കലിപ്പരായിരുന്നില്ലേ? ശിവ, ഒന്നേ ഉള്ളൂങ്കിലും ഒലക്കി കടിച്ചു വളർത്തണമെന്ന് എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളേ. 4-5 ഒലക്ക് ഞാൻ ഉടനെ ഇവിടെ വാങ്ങണ്ടട്ടാ. ഞാൻ വീട്ടില് ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ഇപ്പോഴും ജനിക്കാത്തയുടെ ലോകത്ത്. അതുകൊണ്ടേ എന്നെ വെറുതെ വിട്ടേര്. അത് ശരിയാ, അവന്റെ മുടി മാത്രമേ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളൂ. ശരീരം വരാൻ കുറേ സമയം എടുക്കും. നീ വൈകുന്നേരം വണ്ടി എടുത്ത് ജംഗ്ഷനിലേക്ക് വരണേ. അതെന്താ? കാരണം ഇവന് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതല്ലേ. ഓ ഡാൻസ്, അതൊന്നും എനിക്കറിയണ്ട. വന്നേക്കണോ അങ്ങോട്ട്? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന്. അല്ല പറഞ്ഞില്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നിന്റെ ഡാൻസ് പ്രാക്ടീസ് കൊണ്ട് അങ്ങ് പോയിക്കോളും. പ്രത്യേകിച്ച് വണ്ടി കൈ കിട്ടിയപ്പോ. ഇത് രണ്ടെണ്ണം കൂടി മൂപ്പിക്കാൻ നോക്കുവാണേ. അമ്മയും ശ്രദ്ധിക്കണ്ട. ഇപ്പൊ എന്താ വട്ട പിടിച്ച? ശരിക്കണേ കൊള്ളാം. വൈകിട്ട് അങ്ങോട്ട് വന്നേക്കണം. വന്നോളാം. വാസി എവിടെയാടാ? റോഡിലാ? നീ ഇങ്ങോട്ട് പറഞ്ഞാ? ഞാൻ പുറത്തുണ്ട്. വാ വാ, ഒരു കാര്യം പറയാം. ശരി. ഞാൻ പോണ്. ഞാൻ ഓഫീസിൽ പോണെന്ന്. പോണോ? എന്റെ ചോദിച്ചിട്ടാ പോണത്. അവിടെ ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് പോയി കഴിക്ക്. എനിക്ക് വേണ്ട. പിന്നെ ആർക്ക് കൊടുക്കും അത്? എടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും. ബാലു, ഞാൻ രാവിലെ ചൂടായത് എനിക്ക് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഒരു ഭാര്യയാണ്, അമ്മയാണ്. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അത് മറന്ന് ജീവിക്കുന്നവരെ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അയ്യോ, എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അച്ഛനും അല്ല ഭർത്താവും അല്ല. കൂടെ എനിക്ക് കുറച്ച് വട്ടമുണ്ട്. നീ പോ, ഓഫീസിൽ പോലെ ആറ്റാണ്ട പോ. എന്തെങ്കിലും പറഞ്ഞ മനസ്സിലാത്തോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വിളിച്ചേ? വിളിച്ചൊന്നുമില്ല, നിന്നെ ഈടായിട്ട് കാണാറില്ലല്ലേ? ഞാൻ ഇതുവഴി തന്നെ എന്നും പോണത്. നീ 24 മണിക്കൂർ അതിനകത്ത് കയറി കഥ അടച്ചിരുന്നാലേ വഴി കൂടെ പോണത് എങ്ങനെയടേ കാണുന്നത്? നീ എന്ത് വിളിച്ചേ? ഒന്നുമില്ലടേ, ചില സമയം വീടും വേണ്ട നാടും വേണ്ട തോന്നിപ്പോ. എന്ത് രാവിലെ ഉടക്കല്ലേ നടന്ന? ചുമ്മാ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ ദേഷ്യം വരില്ലേ വാസി? നമ്മളോട് ഓരോരോ കാര്യങ്ങൾ എന്റെ പരിധി ചെയ്തുകൊണ്ട് വരുമ്പോ എന്റെ ഇടയിൽ കൂടെ കാര്യം പ്രസംഗിക്കാൻ പറ്റും. ചിലവ് കൂടുതൽ